ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ മുൻവശത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. തിരുവനന്തപുരത്തിൻ്റെ ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് നമ്മൾ ആ വേളി ടൂറിസ്റ്റ് വില്ലേജ്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ വേളി എന്നുള്ളൊരു ബിൽഡിംഗ് കാണാൻ പറ്റും. ഇപ്പോൾ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇത് മാത്രമല്ല, അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ വലിയൊരു ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു വലിയൊരു പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. പാർക്കിംഗ് ഏരിയ ഈ ഒന്ന് മാത്രമല്ല, 1-2 ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇതാണ് ഇതിനോട് മെയിൻ ആയിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു മുൻവശം കറക്റ്റ് വരുന്നത്. ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് വില്ലേജ് മുൻവശം അവർ സിമ്പിളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് സിമ്പിളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 6:30 വരെയാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. 12 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ മാത്രമാണ് 20 രൂപ വരുന്നത്. 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലാണെങ്കിൽ 5 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഈ 20 രൂപ എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ജസ്റ്റ് ഒന്ന് എൻട്രി മാത്രമാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ബോട്ട് സഫാരിയും പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മിനിയേച്ചർ ട്രെയിനും ബൈക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെല്ലാം സെപ്പറേറ്റ് ടിക്കറ്റാണ് വരുന്നത്. നമുക്കതിൻ്റെ ചാർജൊക്കെ നമുക്ക് അകത്ത് കയറിയതിന് ശേഷം നോക്കാം. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ റൈറ്റും ലെഫ്റ്റും നമുക്ക് 2 സൈഡിലോട്ടായിട്ട് പോകാൻ പറ്റും. നമ്മളിപ്പം റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. റൈറ്റിലാണ് മെയിനായിട്ടുള്ള 2 അട്രാക്ഷൻ വരുന്നത്. ഒന്ന് മിനിയേച്ചർ ട്രെയിനും പിന്നെ ചെറിയൊരു പാർക്കും വരുന്നത് ഈ സൈഡിലോട്ടാണ്. പിന്നെ അല്ലാതെ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു ശംഖ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ റൈറ്റ് സൈഡിലായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് പുറത്തല്ലാതെ അകത്തൊരു ചെറിയ ഒരു ബോട്ട് സർവീസും വരുന്നത് നമുക്ക് ഈ റൈറ്റ് സൈഡിലോട്ട് തന്നെയാണ്. ഇതെല്ലാം വരുന്നത് ഈ റൈറ്റ് സൈഡിലാണ്. നമുക്ക് പിന്നെ ഈ പാർക്കിനകത്ത് കാണാൻ പറ്റുന്നത് കാനായി കുഞ്ഞിരാമൻ മാഷിൻ്റെ ഒരു ശില്പമാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിൻ്റെ പേരാണ് സൺസെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ സൺസെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ ഒരു റൗണ്ട് ഉണ്ട്. ഈ റൗണ്ട് വഴി നമുക്ക് നല്ല സൺസെറ്റ് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം മരങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം കൊണ്ട് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ദ മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ആൾക്കാരെല്ലാം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ നിൽപ്പുണ്ട്. ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 50 രൂപയാണ് വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 30 രൂപ മാത്രമേ വരുന്നുള്ളൂ. അത് 5 വയസ്സിനും 11 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ്. ഈ പാർക്കിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. എവിടെ നോക്കിയാലും എന്ന് പറഞ്ഞാൽ മനോഹരങ്ങളായിട്ട് ഡിസൈനിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. കണ്ട പ്ലാറ്റ്ഫോം ബെഞ്ചെല്ലാം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രീതിയിൽ നല്ല ഡിസൈൻ ചെയ്താണ് അവരിട്ടിട്ടുള്ളത്. നല്ല അതിമനോഹരമായിട്ട് തന്നെ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ശംഖാണ്. ഇതെന്ന് പറഞ്ഞാൽ ശംഖുമുഖം എന്ന പേരിലായിരിക്കും അറിയപ്പെടാൻ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ശംഖുവം ബീച്ച് ഇതല്ല, ഇതിൻ്റെ തൊട്ടടുത്താണ് ശംഖുവം ബീച്ച് വരുന്നത്. പക്ഷേ ശംഖ് കാണുന്നത് ഇവിടെയാണ്. നമ്മുടെ ശംഖുവം ബീച്ചിൽ ശംഖില്ല, ഇവിടെ മാത്രമേ ശംഖുള്ളൂ. നമ്മളാ ഈ ട്രാക്ക് എന്ന് പറയുന്നത് സാധാരണ നമ്മളെ ട്രെയിനിൻ്റെ അതേ ട്രാക്കുകളും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെയാണ്. ഇതിൻ്റെ ഒരു ട്രാക്ക് നേരെ പോകുന്നത് ചെറിയൊരു ഷെഡിലോട്ടാണ്. എനിക്ക് തോന്നുന്നത് വർക്ക്ഷോപ്പ് ആയിരിക്കും. പിന്നെ ഒരു ട്രാക്ക് അല്ലാതെ കറങ്ങി അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു വാട്ടർ ടാങ്ക് കാണാൻ പറ്റും. വാട്ടർ ടാങ്ക് ആയിരിക്കും, അല്ലാതെ ഇതിനകത്തോട്ട് കയറാനോ ബാക്കി കാര്യം ഒരു സൗകര്യം ഒന്നും തന്നെ ഇല്ല. എന്തായാലും ഇവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. അതിമനോഹരമായിട്ടാണ് ഓരോരോ കാര്യങ്ങളായാലും ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മാത്രം ഒരു അട്രാക്റ്റീവാണ് ഈ സ്ഥലങ്ങളെല്ലാം. ഇതിനകത്ത് മുൻപ് എന്നൊരു ചെറിയൊരു ബോട്ട് സർവീസ് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ചവിട്ടുന്ന പെഡൽ ബോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഒന്നുമില്ല. ആ സൈഡിൽ കാണാൻ പറ്റിയ എല്ലാം വാരി കൂട്ടി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടാണോ എന്താ എല്ലാം ഇപ്പോൾ അവർ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ വന്ന് ഇരുന്നിട്ട് പോകാം. അത്രമാത്രം തന്നെയാണ് ഈ ഒരു സ്ഥലം കൊണ്ടുള്ള ആകെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത് കണക്ക് ഒരുപാട് ശില്പങ്ങൾ കാണാൻ പറ്റും. ഇത് നമ്മൾ നേരെ പോകുന്നത് കായലിൻ്റെ സൈഡിലോട്ടാണ്. ഇവിടെയാണ് നമുക്കൊരു ബാക്കി ബോട്ട് സർവീസും ബാക്കി കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാലം കാണാൻ പറ്റും. ഇതാണ് വേളി പാലം. ഇവിടുന്ന് റൈറ്റ് സൈഡിലാണ്, ഈ പാലത്തിൻ്റെ റൈറ്റ് സൈഡായിട്ടാണ് വരുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് പിന്നെ ബീച്ച് സൈഡായ ശംഖുവത്തോട്ട് പോകാൻ പറ്റുന്നൊരു ഏരിയ ഇവിടെ നിന്നാണ്. ഇതാണ് നമ്മുടെ ബോട്ട് സർവീസിനുള്ള ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് അതിന് മുമ്പായിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും കാണാൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നേരെ ബോട്ട് സർവീസിൻ്റെ ബാക്കി ഡീറ്റെയിലും ബാക്കി കാര്യങ്ങളും അന്വേഷിക്കാം. ഇതാണ് സ്പീഡ് ബോട്ട്. ഇതിൻ്റെ ചാർജും ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് അങ്ങോട്ട് പോയതിനു ശേഷം നോക്കാം. നമ്മൾ അതുവഴി നടന്ന് എത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ KTDC റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലായിട്ടാണ് വന്നത്. അത് ഈ ഒരു കായലിലൂടെ ചേർന്ന് തന്നെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ബോട്ട് സർവീസിൻ്റെ ആ ഒരു പ്ലേസും വരുന്നത്. ഇവിടെ ബോട്ട് സർവീസിൻ്റെ റേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി. നമ്മളെ സഫാരി ബോട്ടാണെങ്കിൽ പെർ പേഴ്സൺ വരുന്നത് 100 രൂപയാണ്. സ്പീഡ് ബോട്ടാണെങ്കിൽ 4 പേർക്ക് 1000 രൂപയാണ് വരുന്നത്. നമുക്ക് സ്പീഡ് ബോട്ടായാലും സഫാരി ബോട്ടായാലും ലൈഫ് ജാക്കറ്റും ബാക്കി കാര്യങ്ങളെല്ലാം മസ്റ്റാണ്. പിന്നെ ആൽക്കഹോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് കയറ്റില്ലെന്നൊരു പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് ഒരുപാട് പഴയ ബോട്ടുകൾ അവിടെ ഇവിടങ്ങളിലായിട്ട് കാണാൻ പറ്റും. ഇത് ഇവർക്കൂടെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സ്പേസും കിട്ടിയാൽ നല്ല വൃത്തിയായി കിടന്നന. പക്ഷേ അങ്ങനോട് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയ രസകരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിസർവേഷൻ ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ കാണാൻ പറ്റും. അവിടെ ഒരു പട്ടി കിടന്നുറങ്ങുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റിയത്. കൊള്ളാം. എന്തായാലും അത് റെസ്റ്റ് എടുക്കട്ടെ. ഇതാണ് നമ്മുടെ സ്പീഡ് ബോട്ട് എന്ന് പറയുന്നത്. ഇതിനാണ് 4 പേർക്ക് പോകാൻ പറ്റുന്നത്. 1000 രൂപ ചാർജ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്നത് 5 കിലോമീറ്ററാണ്. അപ്പ് ആൻഡ് ഡൗൺ 5 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ വൺ സൈഡ് 2.5 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് ഇതിൽ നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്നത്. ബോട്ട് സഫാരി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ്. ഇതിൻ്റെ ഇടയിൽ ലഞ്ച് ബ്രേക്ക് ഉണ്ട്. 1 മണി തൊട്ട് 2 മണി വരെയാണ് ലഞ്ച് ബ്രേക്ക് വരുന്നത്. അങ്ങനെ ഒരു സ്പീഡ് ബോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത് 2 പേര് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ എന്നാലും 1000 രൂപ കൊടുക്കേണ്ടി വരും.
അടുത്തത് സഫാരി ബോട്ടിലോട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ എല്ലാം ഇട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിവിടുന്ന് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിവിശാലമായ ഒരു ഗാർഡൻ്റെ നടുവിലോട്ടാണ് പോകുന്നത്. അത് നേരെ പോകുന്നത് നമ്മുടെ ബീച്ചിലോട്ടാണ്. അതിമനോഹരമായിട്ടാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേ കണക്ക് കാനായി കുഞ്ഞിരാമൻ മാഷിൻ്റെ ഒരുപാട് ശില്പങ്ങളെല്ലാം പല സ്ഥലങ്ങളിലുണ്ട്. ഇതും അതേ കണക്കൊരു നിർമ്മിതി തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് വഴി നമുക്ക് ട്രെയിൻ പോകുന്നത് കാണാം. അവിടെ ട്രെയിൻ ഇവിടെ നിന്ന് എൻ്റർ ആവുന്നുണ്ട്. 1, 2, 3 ബോഗികളാണ് അതിനകത്ത് വരുന്നത്. നമ്മളിപ്പോൾ ബീച്ച് സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി തന്നെ കേരളീയത്തിൻ്റെ കുറച്ച് ശേഷിപ്പുകളായ കുറച്ച് സാധനങ്ങൾ അവിടെ കാണാൻ പറ്റും. പിന്നെ നല്ല പഴയതും പുതിയതായിട്ടുള്ള ഒരു ബിൽഡിംഗ് അവിടെ കാണാൻ പറ്റും. നല്ല പഴയ പണ്ടത്തെ ഒരു ബിൽഡിംഗ് അവിടെ കാണാൻ പറ്റും കേരളീയത്തിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലായിട്ട്. പിന്നെ അതേ കണക്ക് തന്നെ അത് ഈ ഒരു സൈഡിലായിട്ടുണ്ട് പുതിയ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഈ വേളി ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ ആയിരിക്കും. ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു റെയിൽവേ ട്രാക്ക് ചെയ്തിട്ടുള്ളതിന് അതും അതിമനോഹരമായിട്ടാണ് നമ്മളൊരു വലിയൊരു ട്രെയിനൊക്കെ ചെയ്യുന്നത്. അതേ സെറ്റപ്പ് ഇതിനാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും അതുപോലെ തന്നെയാണ് നേരത്തെ കണക്ക് കാനായ കുഞ്ഞിരാമൻ മാഷിൻ്റെ ഒരുപാട് ശില്പങ്ങൾ അവിടെ ഇവിടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ നമുക്കൊരു മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലൂടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലോട്ടിംഗ് ഒരു സ്റ്റേജ് കാണാൻ പറ്റും. ഫ്ലോട്ടിംഗ് സ്റ്റേജാണ് ഈ കാണുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു ഫ്ലോട്ടിംഗ് ഗാലറി അല്ല, സാധാരണ ഒരു ഗാലറി കാണാൻ പറ്റും. ഇവിടെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒരു വ്യക്തതയില്ല. ഈ ഫ്ലോട്ടിംഗ് ആയതുകൊണ്ട് എപ്പോഴും ഇത് അനങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ ഡാൻസോ ബാക്കി കാര്യങ്ങളോ അവതരിപ്പിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലോട്ടിംഗ് എങ്ങനെയാണെന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തെ ഫസ്റ്റത്തെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആയിരിക്കും. KTDC ആണ് ഇതിൻ്റെ നടത്തിപ്പും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു ഫസ്റ്റത്തെ ആണോ എന്ന് അറിയത്തില്ല. ഇതാണ് നമ്മളെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വർക്കല. പക്ഷേ അതിപ്പോൾ വർക്കിംഗ് അല്ല. എന്തോ ഒരു കാരണം കൊണ്ട് അത് വർക്കിങ്ങോ ബാക്കി കാര്യങ്ങളെല്ലാം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു സൺസെറ്റിൻ്റെ സമയമായിട്ടുണ്ട്. ആ സമയത്താണ് നമ്മളിപ്പം ബീച്ച് സൈഡിലോട്ട് പോകുന്നത്. ഇവിടെ നിന്നാണ് ബീച്ചിലോട്ട് ഇറങ്ങുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ 6:15 ശേഷം പാലത്തിലൂടെ ബീച്ചിലോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ബ്രിഡ്ജിലോട്ട് കയറുന്നതിന് മുമ്പ് അതിൻ്റെ എന്താ പറയുക വ്യത്യസ്തമായിട്ടൊരു ഗേറ്റ് ഇവിടെ ഉണ്ട്. വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്താണ് ഒരുപാട് ഈ ഗേറ്റ് കാണാൻ പറ്റിയത്. പക്ഷേ ഇപ്പം വലുതായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ടൈപ്പ് ഒരു ഗേറ്റാണ്. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ആൾക്കാരെ വല്ലാത്ത രീതിയിൽ കറക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പം അതൊരു ചില സമയങ്ങളിൽ അത് പ്രശ്നമാകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മാത്രമാണ് ഇത് കാണാൻ പറ്റിയത്. ഇനി ഈ പാലം കയറി ചെല്ലുമ്പോൾ വ്യത്യസ്തമായിട്ടൊരു സംരംഭം കാണാൻ പറ്റും. അതിൻ്റെ ബോർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് ഫുട്ഫാൾ എനർജി ജനറേറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതെന്ന് പറഞ്ഞാൽ ഈ ജനറേറ്ററിൻ്റെ ഈ കാണുന്ന ഈ ഒരു സ്റ്റെപ്പ് വഴി കയറി നടക്കുക. 2 സൈഡിലെയും ആ ഒരു കമ്പിയിൽ പിടിക്കുക എന്നൊരു പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഭാരം 30-നും 100 കിലോയ്ക്കും ഇടയിലായിരിക്കും. ഇതുവഴി നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളെ ബോഡി വെയിറ്റ് കൊണ്ട് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നൊരു പ്രക്രിയയാണ് സംഭവം ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വർക്കിംഗ് ഒന്നുമല്ല, എല്ലാം അത് തൊലഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകൾ ഇവിടെ കാണാൻ പറ്റും. എല്ലാം ക്ലോസിംഗ് ആണ്. പക്ഷേ ഈ ഷോപ്പുകൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവിടങ്ങളിൽ കാണാൻ പറ്റും ബീച്ച് സൈഡിൽ. പക്ഷേ ഇവിടെ ഒരു ഓപ്പൺ ചെയ്യുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ പോകുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു വലിയൊരു പാർക്ക് കണക്ക് കാണാൻ പറ്റും. പക്ഷേ വലിയ പാർക്ക് എന്ന് പറഞ്ഞാൽ ബെഞ്ചോ ബാക്കി കാര്യങ്ങളല്ല, ഒരു ഓപ്പൺ പ്ലേസ് കണക്കാണ് കിടക്കുന്നത്. പിന്നെ ഈ പോകുന്ന വഴി തന്നെയാണ് അതുകൊണ്ട് ഒരു വാൾ ക്ലൈമ്പിങ്, കുട്ടികൾക്ക് വേണ്ടി ഒരു വാൾ ക്ലൈമ്പിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഇവിടങ്ങളിലായിട്ട് ഒരുപാട് ഗെയിം പാർക്ക് എന്നും പറഞ്ഞ് ഇതേ കണക്കുള്ള ഒരുപാട് കാണാൻ പറ്റും. പിന്നെ ഇതേ കണക്ക് ചെറിയ ചെറിയ കച്ചവടക്കാരും ഒരുപാടുള്ളൊരു ഏരിയയാണ് ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്ന സൈഡിൽ. ഇപ്പോൾ ഒരു സൺസെറ്റ് സമയമായിട്ട് നല്ല തിരക്കാണ്. ഒരുപാട് ആൾക്കാർ ഈ ബീച്ച് സൈഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സ്നാക്സിൻ്റെയും ഈ ഒരു ഗെയിമിൻ്റെയൊക്കെ ഏരിയ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ബീച്ച് സൈഡിലോട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരുപാട് കുതിരകൾ കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ 100 രൂപ 150 രൂപ ആ രീതിയിലാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. പിന്നെ നമ്മളിവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് പട്ടം പറത്താം. നമുക്ക് ഇവിടുന്ന് പട്ടം വാങ്ങിയിട്ട് ഇവിടെ തന്നെ പറത്താം. ആവശ്യമുള്ളവർക്ക് വീട്ടിൽ കൊണ്ടുപോകും. അല്ലാത്തവർ ഒരുപാട് ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. എത്ര കേട്ടോ? 60-നുണ്ട് 100-ഉണ്ട്. ചേട്ടൻ്റെ കയ്യിലിരിക്കണത് ഇതെല്ലാം 100. ഇത് ഗ്യാരണ്ടിയുള്ള സാധനങ്ങളാണ്. ഒടിയില്ല, കീറില്ല. എപ്പോൾ ഇത് മറ്റേ ഇങ്ങനെ 60-ന്റെ പട്ട വാലയിലുള്ള ലീക്കാണ്. ഇത് മറ്റേ ഈരയാണ്. ഒടിയില്ല, എത്ര മാസമാണെങ്കിലും പിള്ളേർ പോയില്ല. ഇത് കീറില്ല, ഒടിയില്ല. ഇത് 100 രൂപയല്ലേ? റബ്ബർ പോലെ കിടക്കും. അതാ കണ്ട, ഞാൻ പോട്ട് വിട്ട് ഞാൻ പിടിക്കുമെന്ന് എടുക്കില്ല, അതേപോലെ നിന്ന് പറക്കും. ആ പട്ടം അല്ലേ? അതല്ലേ ഇതെത്ര? 100 രൂപ പട്ടമാണ് ഇത്. ഇത് കയ്യിലെടുക്കണോ? ആ ഈ പറക്കണത് അത് 200-ൻ്റെത്. അതാണ് പ്രത്യേകത. അത് വലുത്, വലിപ്പം കൂടുതലല്ലേ? പട്ടം തന്നെ 2-3 റേറ്റിനുണ്ട്. 100, 150, 200 വലിപ്പം അനുസരിച്ചാണ് റേറ്റൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. സൂര്യാസ്തമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഏതാണ്ട് ഇതിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ച് സൈഡിലോട്ട് കുതിരയായിട്ട് നടന്നതാ കുറേ ആൾക്കാർ അങ്ങോട്ടും പോകുന്നുണ്ട്.
എന്തായാലും വേളി ടൂറിസ്റ്റ് വില്ലേജ് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വൈകുന്നേരം വരാൻ ശ്രമിക്കുക. ഈ ഒരു സൺസെറ്റ് അതിമനോഹരമാണ് ഇവിടെ നിന്നുള്ള. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ടടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമുക്ക് ശംഖുവം ബീച്ചാണ്. ഇതേ സമയത്ത് തന്നെ നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ ശംഖുവം ബീച്ചിലും ഇവിടെയും ഒരേ സമയം വരാം. ഇവിടെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചുവേളിയാണ്. പിന്നെ അതിൻ്റെ അടുത്തുള്ള മെയിനായിട്ടുള്ളൊരു നമുക്കൊരു സ്പോട്ട് എന്ന് പറയുന്നത് ലുലു മാളാണ്. ലുലു മാളിൽ വരുന്നവരിക്കും തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് പോകുന്ന ഒരു നല്ലൊരു സ്പോട്ട് തന്നെയാണ്. ഒരു കൊച്ചു കുട്ടി ഇവിടെ നിന്നുണ്ട് പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അച്ഛൻ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നത് കൊള്ളാം. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ഉള്ള രീതിയിലാണ് അവിടെ നിന്ന് പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വേളി കായലും ഈ കടപ്പുറം അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ വേണ്ടി ഒരു നല്ലൊരു ഏരിയ തന്നെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ ഇതിന് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ആ നേരത്തെ നിന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ സൂര്യാസ്തമയം നമുക്കത് മനോഹരമായിട്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടി ഒരുപാട് ഏരിയ ഇതിനു വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അതുവരെയൊക്കെ ഉള്ളൂ. നമുക്ക് എന്നാലും അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ പോകുന്നില്ല. കുറച്ച് ആൾക്കാർ മാത്രം അവിടങ്ങളിലായിട്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് സൂര്യാസ്തമയങ്ങൾ എന്തായാലും അതിമനോഹരം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സൂര്യാസ്തമയം കാണാൻ വേണ്ടി. എന്തായാലും ഇത്രയും അതിമനോഹരമായ സ്പോട്ട് നമ്മളെ ട്രിവാൻഡ്രം സിറ്റിയിലുണ്ട്. എന്തായാലും ആരും മിസ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും വരാൻ പറ്റുന്നവരാണെങ്കിൽ ഈ ഒരു സ്പോട്ട് വൈകുന്നേര സമയങ്ങളിൽ മാക്സിമം വരാൻ ശ്രമിക്കുക. എന്തായാലും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളിൽ നമ്മൾ തീർച്ചയായിട്ടും ഇനിയും വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് 6:30 സമയമാണ് ഇവിടെ തിരിച്ചു പോകാനുള്ളത്. 6:30 സമയം ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് തിരിച്ചു പോയി തുടങ്ങും. ബീച്ചിനോട് ചേർന്ന് ടീ ഷോപ്പ് അല്ലാതെ ഇവിടെ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കാണാൻ പറ്റും. ചെറുതാണ്, വളരെ ചെറുതാണ്. ഒരുപാട് ആൾക്കാരതിനകത്ത് കയറുന്നൊന്നും കാണാൻ തന്നെ ഇല്ല. ഇതൊക്കെയാണ് നമ്മളെ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ വിശേഷങ്ങൾ. സൂര്യാസ്തമയം അങ്ങ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിമനോഹരം തന്നെയാണ് നമുക്ക് സൂര്യനെ കാണാൻ. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇതേ കണക്കുള്ള ചെറിയ ചെറിയ വീഡിയോകളായിട്ട് തീർച്ചയായിട്ടും ഇനിയും വരുന്നതായിരിക്കും.